അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ലൈസാമ്മ. ഞാൻ പുലാപ്പറ്റ ഇടവകയിൽ നിന്നായിരുന്നു. എൻ്റെ ചാച്ചൻ തന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതൊന്ന് വിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകളുടെ കല്യാണം ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നടത്തി തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. ആ രണ്ട് കാര്യങ്ങളും ഈശോ പെട്ടെന്ന് സാധിച്ചു തന്നു. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയുടെ പീഡാനുഭവ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലും. അത് വളരെ ഒരു ശക്തിയാണ്. ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ടുപോയി ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയിട്ട് പലർക്കും കൊടുക്കാറുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ സ്ഥലത്തിൻ്റെ മേൽ ദൈവം ഇടപെട്ടു. ആ സ്ഥലം വിറ്റ് കിട്ടുകയും ചെയ്തു. മകള് ഒരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. വിവാഹ തടസ്സമുണ്ടായി, വിവാഹം വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്നതാണ്. അപ്പനും അമ്മയും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എറണാകുളം ഭാഗത്തേക്ക് നല്ലൊരു രീതിയിൽ കർത്താവ് നയിക്കുന്ന, പരിശുദ്ധാത്മ നയിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണം നടന്ന് 4-5 മാസമായി അല്ലേ? ജനുവരി മനസ്സമ്മതം നവംബർ 22 മനസ്സമ്മതവും ജനുവരി 2025 ജനുവരി 2 ഈശോയുടെ ഹിതമനുസരിച്ച് നല്ല രീതിയിൽ വിവാഹം നടക്കുകയും ചെയ്തു. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി.